5-ാം വയസ്സിൽ തുടങ്ങിയ വായന 81-ാം വയസ്സിലും മുടങ്ങാത്ത ശീലമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെറുവത്തൂർ അച്ചാന്തുരുത്തിയിലെ മുങ്ങത്ത് വിജയൻ. ഇദ്ദേഹം ഇതുവരെ വായിച്ചു തീർത്ത പുസ്തകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫോറസ്റ്ററായിട്ട് വിരമിച്ച വിജയൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പുസ്തക വായനയുടെ ലോകത്തിലേക്ക് തിരിഞ്ഞത്. ആദ്യകാലങ്ങളിൽ പുരാണ കഥകളോടായിരുന്നു പ്രിയം. പിന്നീടത് കവിതകളിലേക്കും ചെറുകഥകളിലേക്കും കുറ്റാന്വേഷണ നോവലുകളിലേക്കും വഴിമാറി. ഇപ്പോൾ പ്രശസ്ത എഴുത്തുകാരുടെ നോവലുകളും ചെറുകഥകളും കവിതകളുമാണ് ഇഷ്ടം. ചെറിയ പ്രായത്തിലൊക്കെ എല്ലാവരും എല്ലാ കുട്ടികളും വായിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലായിരുന്നു തുടക്കം. പിന്നെ അത് ഡിറ്റക്റ്റീവ് നോവൽ, പിന്നെ അതുപോലെ ജിൻവാൽ പുസ്തകം, അത് അന്ന് ഈ പാവങ്ങളുണ്ടല്ലോ, അതിൻ്റെ ജിൽവാറ്റ് എന്നാണ് അന്ന് തർജ്ജമയുണ്ടായത്. ആ പുസ്തകം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പല നോവലുകളും വായിക്കാൻ പിന്നെ ഇതിൻ്റെ ലേഖനങ്ങൾ, പിന്നെ കവിതകൾ. ആശാന്റെ കവിതകളോട് വലിയ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടായാലും ആശാൻ കൃതികളാണ്. അപ്പം ആശാൻ കൃതികളോടൊപ്പം തന്നെ വള്ളത്തോളിൻ്റെയും മുള്ളൂരിൻ്റെയും ചങ്ങമ്പുഴയുടെ കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിദേശ നോവല്, തർജ്ജമയിലെ വിദേശ നോവലാണ്. പിന്നെ ഈ ഭാഗങ്ങളോടൊപ്പം പിന്നെ ഇതിഹാസം, പിന്നെ യുദ്ധവും സമാധാനം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇന്നത്തെ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ചാന്തുരുത്തി ശ്രീനാരായണ ഗുരു വായനശാലയിലെ നിത്യസന്ദർശകനായിരുന്നു വിജയൻ. പിന്നീട് അച്ചാന്തുരുത്തിയിലെ തന്നെ സ്വദേശാഭിമാനി വായനശാലയിലേക്ക് തൻ്റെ തട്ടകം മാറ്റി. വിജയൻ ഒരു വായനക്കാരൻ മാത്രമല്ല, ഒരു പുസ്തക രചയിതാവും കവിയും കൂടിയാണ്. അതിൻ്റെ അടുത്ത് കുറെ ലേഖനങ്ങൾ, കുറെ കഥകൾ, കവിതകളെല്ലാം എഴുതായിരുന്നു. കുറെ എണ്ണം പ്രത്യേകിച്ച് പിന്നെ ഈ ലേഖനങ്ങളും പ്രാദേശിക എഴുത്തുകാരായിരുന്നു. അവർ ഈ ഓരോ പ്രദേശത്തുണ്ടാകുന്ന നോവലുകൾ പ്രാദേശിക എഴുത്തുകാർ, അങ്ങനെ ഒരുപാട് ലേഖനങ്ങൾ പല ഉണ്ട്. പിന്നെ കവിതകൾ പിന്നെ വലിയ വലിയ മാസികയ്ക്ക് അയച്ചു കൊടുക്കാതെ തുടർന്നാടിൽ അതിന് കൂടുതൽ. പിന്നെ കഥകൾ പറയണ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ സർവീസ് കാലത്തെ അനുഭവങ്ങളും സംഭവങ്ങളും വിവരിച്ച് ആരണ്യകാന്ഡം എന്ന പേരിലാണ് ഇദ്ദേഹം പുസ്തകം പുറത്തിറക്കിയത്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കവിതകളും ചെറുകഥകളും നിരവധി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്.